ഹലോ ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളെ വയനാടൻ രീതിയിലുള്ള ഒരു വാഴപ്പിണ്ടിയില്ലേ, നമ്മളിപ്പോൾ എന്താ പറയുക, വാഴക്കൊലയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളത് പൊളിച്ചൊക്കെ എടുക്കുന്ന വാഴപ്പിണ്ടി, അത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കാണിച്ചു തരാം. വാഴപ്പിണ്ടി എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ വട്ടമാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് വട്ടമാക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. നമ്മൾ ഇപ്പം ഈ കടയിൽ നിന്ന് വിഷമുള്ള സാധനങ്ങളൊക്കെ പൈസ കൊടുത്ത് മേടിച്ചിരുന്നതിനേക്കാളും എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇതൊക്കെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ വട്ടമാക്കി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ വയനാടൻ രീതിയിലുള്ള തോരനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത് കുഞ്ഞാക്കി വട്ടമാക്കി അരിഞ്ഞു വെച്ചു. ചെറുതാക്കി വട്ടമാക്കി അരിയും തോറും ഇതിന് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വട്ടമാക്കി അരിഞ്ഞേക്കുവാണ്. ഇതിങ്ങനെ കണ്ടോ, കുഞ്ഞാക്കി ആ വട്ടത്തിന് നമ്മൾ ഇത്രയും ചെറുതാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയൊക്കെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഇത്രയും ചെറുതായിട്ട്. അപ്പം ഇത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനിയിപ്പം അതിന് വേണ്ട അരയ്ക്കാൻ വേണ്ടത് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദൂട്ടി മടിയിലിരുന്ന് കളിയാക്കുന്നുണ്ട്. അതിന് പിന്നെ ഞാൻ വാരി കാണിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ മതിയെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇത്രയും ചെറുതാക്കി. ഇതിന് വേണ്ടത് തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം, നമ്മുടെ ആവശ്യത്തിന്. ഇതൊരു 8-9 ചെറിയുള്ളി. പിന്നെ എരിവ് നമ്മുടെ ആവശ്യത്തിനാണ്. നമ്മൾ കുറച്ച് എരിവ് കൂടുതൽ ചേർക്കും. എങ്ങനെയാണോ എല്ലാവരും എരിവ് ചേർക്കുന്നത് അതുപോലെ കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള എരിവൊക്കെ കേട്ടോ. അതെ, പച്ചമുളക് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇത്രയും സാധനങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലോ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇത് കണ്ടോ, നമ്മളിത് ഇതേപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും അരച്ചിട്ടുമില്ല, എന്നാലും ഇത് ഒതുക്കിയ പരുവം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാത്രം ചൂടാകാൻ വെച്ചു. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ കേട്ടോ. എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനകത്തേക്ക് കടുക് ഇടുവാണ് കേട്ടോ. അതുകൂട്ടി എന്നെ കളിയാക്കുന്നുമുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അതുകൂട്ടി എടുത്ത് മടിയിലുണ്ട്, ആളെ മടിയിലിരുന്ന് വർത്താനം പറയുവാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കടുകിടാൻ പോവുകയാണ് കേട്ടോ. കടുക് ഇട്ടു. കുറച്ച് കൂടുതൽ കടുക് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, കടുകല്ലേ. കടുക് നന്നായിട്ട് പൊട്ടി കേട്ടോ. അത് പൊട്ടിക്കഴിയുമ്പോൾ കണ്ടോ, നന്നായിട്ട് ചട്ടിയൊക്കെ ചൂടായിട്ടേ ഇടാവുള്ളൂ കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വാഴപ്പിണ്ടി. അത് എല്ലാം അങ്ങനെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് നന്നായിട്ട് അത് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കരിവേപ്പില ഇട്ടു കേട്ടോ. ഞാൻ ആദ്യമേ അവിടെ കരിവേപ്പില കാണിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ചട്ടി ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് കരിവേപ്പില ഇട്ടു, അരപ്പും ഇട്ടിട്ട് നമ്മൾ അരപ്പിൻ്റെ പച്ചച്ചൊവ്വ മാറാൻ വേണ്ടിയിട്ട് അതിനകത്ത് നന്നായിട്ട് ഇളക്കുവാണ് കേട്ടോ. അരപ്പ് നന്നായിട്ടിട്ട് ഇളക്കി കഴിയുമ്പോൾ അതുകൂട്ടി നന്നായിട്ട് അരപ്പിട്ട് ഇളക്കുവാണ് കണ്ടോ. അരപ്പ് നന്നായി മൂപ്പിക്കുവാണ് കേട്ടോ ഇട്ടിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനൊക്കെയാണ് കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ ആയിരുന്നു, വയനാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഇതൊക്കെ സ്ഥിരമായി കിട്ടുമായിരുന്നു. ഇവിടെയൊക്കെ കിട്ടാനൊക്കെ പാടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അരപ്പ് നന്നായിട്ട് നമ്മൾ ഇളക്കി. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വാഴപ്പിണ്ടി നമ്മൾ ശരിക്കും തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ. അപ്പുറത്തേക്ക് വീട്ടിൽ കൊടുക്കണല്ലോ എന്ന് ഓർത്ത് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഉപ്പ് അതൊക്കെ ഇട്ട് തിരുമ്മി നന്നായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയല്ല, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തിരുമ്മി വെച്ചത് നമ്മൾ അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച അരപ്പിലേക്ക് ഇടുവാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ടോ, അതങ്ങനെ ഇട്ടു. കുറച്ച് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മൊത്തവും കൂടി നമ്മൾ ഇട്ട് ഇളക്കുന്നുണ്ട്. എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഇടയ്ക്കൊരു ചുമ കയറിപ്പോയി കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കണ്ടോ, നമ്മൾ മൂപ്പിച്ച് വെച്ചത് എല്ലാം കൂടി ഇട്ട് തിരുമ്മി വെച്ചത് എല്ലാം കൂടി ഇട്ട് ഒരുമിച്ചിട്ട് അങ്ങ് ഇളക്കി കേട്ടോ. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിപ്പോൾ വലിയ ടൂറുകൾ പോയിട്ടൊന്നും എടുക്കാനുള്ള അങ്ങനത്തെ ഒരു ഇത് നമ്മളില്ല കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വീഡിയോകളായിരിക്കും കേട്ടോ നമ്മൾ മിക്കപ്പോഴും എടുക്കുന്നതൊക്കെ. ഇതങ്ങനെ നമ്മൾ തട്ടിപ്പൊത്തിയിട്ട് ആവിയിൽ വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെന്ത് ചെയ്തു, ആവിയിൽ കണ്ടോ നന്നായിട്ടിത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്
തട്ടിപ്പൊത്തി വെച്ച് തന്നെ നമ്മൾ വേവിച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാൾക്കുട്ടി ഉണ്ണിക്കുട്ടന് സ്കൂളിൽ പോകാറായിട്ടോ. അന്ന് നമ്മൾ എടുത്തു വെച്ച വീഡിയോ ആണ്. പനി കാരണം നമുക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു രാവിലെ ഇന്നങ്ങ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, ഇത് ഇങ്ങനെ വന്നു കേട്ടോ. ഫൈനലായിട്ട് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തു കേട്ടോ. ഇത് ആവി തന്നെ ഇരുന്ന് വേഗം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും പുറമേ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളല്ലേ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മളിതൊന്നും പൈസ കൊടുത്ത് എന്ത് മേടിച്ച് ചെന്നാലും കിട്ടിയല്ല കേട്ടോ. കണ്ടോ, ഇളക്കി കഴിഞ്ഞ് കണ്ടോ നന്നായിട്ട് സൂപ്പറായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ചെറുതാക്കി അരിയുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നല്ല ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഇത് മാളുക്കൊച്ചിന് ചോറ് തിന്നാൻ കൊടുക്കുവാണ് കേട്ടോ. ചോറും ഈ തോരനും കൂടിയാണ് മാളുക്കൊച്ചിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.